ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ടീം ഓഫ് ദ വീക്ക് 6. നമ്മൾ എല്ലാ ആഴ്ചയും അതത് ആഴ്ചകളിലെ പെർഫോമൻസ് വിലയിരുത്തിയിട്ട് ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 ചൂസ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ നടന്ന മത്സരങ്ങളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇന്നലത്തെ മത്സരം വാഷ് ഔട്ട് ആയതിനാൽ ആ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നമ്മൾ ഇതിനകത്തേക്ക് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി സമയം കളയാതെ ഈ ആഴ്ചത്തെ ടീം ഓഫ് ദ വീക്കിലേക്ക് പോവാം. എല്ലാ ആഴ്ചകളിലെയും പോലെ ഈ ആഴ്ചയും ഓപ്പണിംഗ് സ്പോട്ടിനായിട്ട് ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത പ്ലേയേഴ്സ് അല്ലാതെ നിരവധി പ്ലേയേഴ്സിനെ വെച്ചിട്ട് മറ്റൊരു ബെസ്റ്റ് പ്ലേയിങ് 12 നിങ്ങൾക്കും ഉണ്ടാകാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഈ ആഴ്ചത്തെ ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് ഞാനിപ്പോൾ ചൂസ് ചെയ്ത ടീമുമായിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഓപ്പണേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തൊരു വീക്കാണിത്. RCBക്ക് വേണ്ടി വിരാട് കോഹ്ലി, ജേക്കബ് ബദൽ, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി റയാൻ റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ, അതുപോലെ GTക്ക് വേണ്ടി ശുഭ്മാൻ ഗിൽ തുടങ്ങി നിരവധി മികച്ച പെർഫോമൻസുകൾ ഓപ്പണേഴ്സിൽ നിന്ന് വന്നൊരു വീക്കാണിത്. നമ്മൾ നമ്മുടെ ടീമിൽ ചൂസ് ചെയ്തിരിക്കുന്നത് പഞ്ചാബ് കിങ്സിൽ നിന്ന് പ്രഭ്സിമ്രാൻ സിംഗ്. പ്രഭ്സിമ്രാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നടന്ന 2 മത്സരങ്ങളിലും ഹാഫ് സെഞ്ചുറി നേടിയിട്ടുണ്ട്. ആദ്യം CSKക്കെതിരെ 36 പന്തിൽ 54, അതുപോലെ LSGക്കെതിരെ 48 പന്തിൽ 91. ഇതിൽ LSGക്കെതിരായിട്ടുള്ള മത്സരത്തിൽ പ്രഭ്സിമ്രാൻ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒന്നിലെത്തുന്നത് പ്രഭ്സിമ്രാൻ ആണ്. ഇനി അടുത്ത ഓപ്പണിംഗ് സ്ലോട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ആയുഷ് മാത്രേ. അപ്പോൾ ആയുഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല. 6 പന്തിൽ 7 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ RCBക്കെതിരെ ചിന്നസ്വാമിയിൽ നടന്ന മത്സരത്തിൽ 48 പന്തിൽ 94. ആ മത്സരത്തിൽ രവീന്ദ്ര ജഡേജയുമായിട്ട് ചേർന്നിട്ട് ഒരു ഘട്ടത്തിൽ ചെന്നൈയെ വിജയത്തിൽ എത്തിക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ 94 നിന്നപ്പോൾ ഒരു 6 അടിക്കാനുള്ള ശ്രമത്തിൽ ആയുഷ് ഔട്ട് ആവുകയാണ് ചെയ്തത്. എങ്കിലും ഈ സീസണിൽ CSKക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ബാറ്ററുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ സീസണിൽ CSK സ്ഥിരം സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു മിഡിൽ ഫേസിൽ നന്നായിട്ട് റൺ സ്കോർ ചെയ്യാനും ആയുഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുഷാണ് നമ്മുടെ ഈ ഒരു പ്ലേയിങ് 12 പ്രഭ്സിമ്രാന് കൂട്ടായെത്തുന്നത്. ഇനി വൺ ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ. ഇപ്പോൾ ഈ വീക്കിലെ 2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ശ്രേയസ് അയ്യറിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 41 പന്തിൽ 72, ശ്രേയസ് അയ്യറാണ് മാൻ ഓഫ് ദ മാച്ച്. അതുപോലെ രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൌവിനെതിരെ 25 പന്തിൽ 45. അപ്പോൾ രണ്ടും ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ വീക്കുകളിൽ നമ്മുടെ ടീമിലുണ്ടായിരുന്ന ജോസ് ബട്ട്ലർ ഈ വീക്കിലും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. എങ്കിലും ശ്രേയസ് അയ്യറിന്റെ ഒരു കൺസിസ്റ്റന്റ് റൺ 2 മത്സരത്തിലും കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല ക്യാപ്റ്റൻ ആണ്, പിന്നെ ഒരു ഇന്ത്യൻ പ്ലെയർ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ബാക്ക് എൻഡിൽ ഫോറിൻ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഈ 3 റീസൺ കൊണ്ടാണ് ഞാൻ ജോസ് ബട്ട്ലറിനെ ചൂസ് ചെയ്യാതെ ശ്രേയസ് അയ്യറിനെ തന്നെ ചൂസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ആരായിരിക്കും വിക്കറ്റ് കീപ്പർ എന്നത്. ഈ ഒരു പ്ലേയിങ് 12 പ്രഭ്സിമ്രാൻ തന്നെയാണ് വിക്കറ്റ് കീപ്പറുടെ റോളും ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്പർ 4ലേക്ക് പോവാം. ഇത് കഴിഞ്ഞ വീക്കുകളിലെ തന്നെ ഒരു ആവർത്തനമാണ്, സൂര്യകുമാർ യാദവ്. അപ്പോൾ RRനെതിരെ ഒരു മത്സരം മാത്രമാണ് മുംബൈക്ക് ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ 23 പന്തിൽ 48 റൺസ്, നോട്ട് ഔട്ട് ആണ്. ഈ സീസണിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും 25+ റൺസ് സ്കോർ ചെയ്ത പ്ലെയർ ആണ് സൂര്യ. അപ്പോൾ സൂര്യ ഒരു കൺസിസ്റ്റന്റ് റണ്ണാണ് ഈ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ ഒരു ഹൈ ഫ്ലൈയിങ് റണ്ണിൽ പ്രധാനമായിട്ടുള്ളൊരു ഫാക്ടർ കൂടിയാണ് സൂര്യയുടെ ഫോം. കാരണം മിഡിൽ ഓവേഴ്സിലെ സ്പിന്നേഴ്സിനെതിരെ നന്നായിട്ട് തന്നെയാണ് സൂര്യകുമാർ യാദവ് കളിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ 5ലേക്ക് പോവാം, റിയാൻ പരാഗ്. ഇപ്പോൾ രാജസ്ഥാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ വീക്കിൽ നടന്ന 2 മത്സരങ്ങളിൽ രാജസ്ഥാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒന്ന് മുംബൈക്കെതിരെ ആയിരുന്നു, അതുപോലെ ഒന്ന് KKRനെതിരെ. പക്ഷേ ഈ 2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുംബൈക്കെതിരെ 8 പന്തിൽ 16, ബാറ്റിംഗിൽ കാര്യമായിട്ട് ശോഭിക്കാൻ പറ്റിയില്ല. ഒരു സ്റ്റാർട്ട് കിട്ടിയെങ്കിലും വിക്കറ്റ് പോയി. ബോളിംഗിൽ 2 ഓവറിൽ 12 റൺസ് മാത്രം കൊടുത്ത് ഒരു വിക്കറ്റ്. ഇനി KKRനെതിരെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ ഇന്നിംഗ്സ് ആയിരുന്നു. തുടർച്ചയായിട്ട് 6 പന്തുകളിൽ 6 സിക്സറുകൾ അടിക്കാൻ റിയാൻ പരാഗിനായി. അത് ഒരു ഓവറിലല്ല, 2 ഓവറുകളിലായിട്ട് കിടക്കുകയാണെങ്കിലും കൺസിക്യൂട്ടീവ് 6 സിക്സസ് തന്നെയാണ് റിയാൻ പരാഗ് അടിച്ചത്. ആ മത്സരത്തിൽ 45 പന്തിൽ 95 റൺസ് എടുത്തു. ബോളിംഗിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3 ഓവറിൽ 21 റൺസ് വഴങ്ങിയിട്ട് ഒരു വിക്കറ്റ്. അങ്ങനെ ടോട്ടൽ 5 ഓവർ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എബവ് 6 ആണ് ഇക്കോണമി റേറ്റ്. അതുപോലെ തന്നെ 2 വിക്കറ്റും എടുത്തു. ബാറ്റിംഗിൽ ഒരു എക്സെപ്ഷണൽ ഇന്നിംഗ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ 5ലേക്ക് റിയാൻ പരാഗിനെ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഒരു ഓപ്ഷൻ എനിക്കുള്ളത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. പക്ഷേ ഈ 95 റൺസ് എടുത്ത ആ ഒരു ഇന്നിംഗ്സിൽ ആ ഒരു ഈസ്, പുള്ളി റൺസ് സ്കോർ ചെയ്ത ആ ഒരു ഈസ് കൊണ്ടിട്ടാണ് ഞാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഇവിടെ റിയാൻ പരാഗിനെ ആഡ് ചെയ്തത്. പിന്നീട് നമ്പർ 6 ഒരു ഓട്ടോമാറ്റിക് ഇൻക്ലൂഷനാണ് റൊമാരിയോ ഷെപ്പേർഡ്. 14 പന്തിൽ 53. CSKക്കെതിരെ ചിന്നസ്വാമിയിൽ ബാറ്റിങ്ങിനെ തുടങ്ങുന്ന പിച്ചിൽ 18 ഓവറിൽ 159 എന്ന നിലയിൽ RCB സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് റൊമാരിയോ ക്രീസിലെത്തുന്നത്. പിന്നീട് നമ്മൾ കണ്ട ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആണ്. 159 നിന്ന് വെറും 2 ഓവറുകൾ കൊണ്ട് RCBയുടെ സ്കോർ 213 എത്തിക്കാൻ റൊമാരിയോ ഷെപ്പേർഡിനായി. റൊമാരിയോ തന്നെയാണ് ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചും. അപ്പോൾ റൊമാരിയോ ഒരു ഓട്ടോമാറ്റിക് ഇൻക്ലൂഷനാണ്. ഇനി 7ാം നമ്പറിൽ സുനിൽ നരൈൻ. എനിക്കറിയാം സുനിൽ നരൈൻ KKRന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന പ്ലെയർ ആണ്. പക്ഷേ ഈ ഒരു ടീമിൽ ഞാൻ സുനിൽ നരൈൻ്റെ ബോളിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി നമ്പർ 7 വന്നിട്ട് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. എനിക്കറിയാം പവർ പ്ലേയിൽ സുനിൽ നരൈനെ കൊണ്ട് ബാറ്റിംഗിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ബാക്ക് എൻഡിൽ കിട്ടില്ല. എങ്കിലും ഞാനൊരു ബൗളർ എന്ന നിലയിൽ നോക്കിയത് കൊണ്ട് അതൊരു ഇഷ്യൂ ആവില്ല. ഇപ്പോൾ പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 16-27. അതുപോലെ ബോളിംഗിൽ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. DC വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് സുനിൽ നരേന്റെ ഒരു സ്പെല്ലാണ് നമ്മുടെ KKRനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് സുനിൽ നരേൻ തന്നെയാണ്. ഇനി RRനെതിരായ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗിൽ 9 മുതൽ 11 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബോളിംഗിൽ വിക്കറ്റ് ഒന്നും എടുത്തില്ല. എന്നാൽ 4 ഓവറിൽ 27 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ഹൈലി ഇക്കണോമിക്കലായിട്ടാണ് സുനിൽ നരേൻ ബോൾ ചെയ്ത് മാറിയത്. അപ്പോൾ ആ മത്സരത്തിൽ റിസൾട്ട് വെറും 1 റണ്ണിനാണ് KKR ജയിച്ചത്. അതുകൊണ്ട് തന്നെ സുനിൽ നരേന്റെ ആ ഒരു സ്പെല്ല് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുനിൽ നരേൻ തന്നെയാണ് 7ാം നമ്പറിൽ. അടുത്തതായി 8ാം നമ്പറിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ട്രെന്റ് ബോൾട്ട്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഈ വീക്കിൽ RRനെതിരെ 2.1 ഓവറിൽ 28 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇക്കോണമി ഇച്ചിരി കൂടുതലാണ്. എന്നാൽ ആ മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ 2 6 ഒരു ഓവറിൽ അടിച്ചെങ്കിലും വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ട്രെന്റ് ബോൾട്ട് തിരികെ വന്നത്. തന്റെ സ്പെല്ലിന്റെ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടും ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്സ് എടുക്കാൻ ട്രെന്റ് ബോൾട്ടിനായി. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 9ാം നമ്പറിൽ പഞ്ചാബ് കിങ്സിൽ നിന്ന് അർഷദീപ് സിംഗ്. അർഷദീപിന്റെ ഫിഗർ പറഞ്ഞു കഴിഞ്ഞാൽ CSKക്കെതിരെ 3.2 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അതുപോലെ LSGക്കെതിരെ 4 ഓവറിൽ വെറും 16 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ്. ആ മത്സരത്തിൽ അർഷദീപിന്റെ സ്പെല്ല് വളരെ ക്രൂഷ്യൽ ആയിരുന്നു. കാരണം LSGയുടെ ഒരു ബൾക്ക് ഓഫ് ദ സ്കോറിംഗും ചെയ്യുന്നത് അവരുടെ ഒരു ടോപ്പ് 3 ആണ്. മിച്ചൽ മാർഷ്, എയ്ഡൻ മാർക്രം, നിക്കോളാസ് പുറാൻ. അപ്പോൾ അവരുടെ 3 പേരുടെ വിക്കറ്റും തുടക്കത്തിൽ തന്നെ എടുക്കാൻ അർഷദീപിനായി. അപ്പോൾ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അർഷദീപിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 10ാം നമ്പറിൽ ജസ്പ്രീത് ബുംറ. അതും ഏറെക്കുറെ ഒരു ഓട്ടോമാറ്റിക് സെലക്ഷൻ ആണ്. കഴിഞ്ഞ വീക്ക് നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഈ മത്സരം നോക്കിക്കഴിഞ്ഞാൽ RRനെതിരെ 4 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റാണ് ബുംറ എടുത്തിരിക്കുന്നത്. ഇനി 11ാം നമ്പറിൽ RCBയിൽ നിന്ന് ലുങ്കി എൻഗിഡി. ഇപ്പോൾ CSKക്കെതിരായ മത്സരത്തിൽ 4 ഓവറിൽ 30 റൺസ് വഴങ്ങി 3 വിക്കറ്റാണ് എൻഗിഡി എടുത്തത്. എൻഗിഡിയുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഒരു ഹൈ പ്രഷർ ഗെയിം ആയിരുന്നു. കാരണം ജോഷ് ഹേസൽവുഡിന് പകരമാണ് ആ മത്സരത്തിൽ എൻഗിഡി ടീമിലെത്തുന്നത്. ഷോൾഡർ നിഗിൾ മൂലം ഹേസൽവുഡിന് ആ മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ RCBയുടെ ഈ സീസണിലെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് ജോഷ് ഹേസൽവുഡ്. അപ്പോൾ അത്രത്തോളം ഇമ്പാക്ട് ഉള്ള ഒരു ബൗളറിന് പകരം വരുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്യണം. എന്നാൽ മാത്രമേ RCBക്ക് വിജയിക്കാൻ കഴിയൂ. എൻഗിഡി അത് തന്നെയാണ് ചെയ്തത്. 4 ഓവറിൽ വെറും 30 റൺസ് മാത്രം വഴങ്ങുകയും 3 വിക്കറ്റ് എടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ആദ്യത്തെ 5 ഓവറിൽ പവർ പ്ലേയിൽ അത്യാവശ്യം റൺസ് പോയിട്ടും 6ാമത്തെ ഓവർ പിടിച്ചെറിയാനും ആ ഒരു പവർ പ്ലേ സ്കോർ 60-ന് താഴെ നിർത്താനും ഒക്കെ എൻഗിഡിക്കായി. പിന്നീട് വന്ന സ്പെല്ലിലും എൻഗിഡി നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. അപ്പോൾ എൻഗിഡിയാണ് നമ്പർ 11. ഇനി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് KKRൽ നിന്ന് വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിയുടെ ഈ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 4 ഓവറിൽ 39 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. RRനെതിരെ 4 ഓവറിൽ 32 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ചക്രവർത്തിയുടെ സ്ഥിരം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 2 മത്സരം കൂടി നോക്കുമ്പോൾ അറൗണ്ട് 9 അടുത്ത ഒരു ഇക്കോണമി റേറ്റ് വരുന്നുണ്ട്. എങ്കിലും 4 വിക്കറ്റ് എടുക്കാൻ വരുൺ ചക്രവർത്തി കഴിഞ്ഞു. അത് മാത്രമല്ല ഈ ടീം നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളിംഗ് ആർസണലിൽ വളരെ മികച്ചതാണ്. ട്രെന്റ് ബോൾട്ട്, അർഷദീപ്, ജസ്പ്രീത് ബുംറ, എൻഗിഡി, അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡിന് വേണമെങ്കിൽ എറിയാൻ സാധിക്കും. അതുപോലെ സ്പിൻ നോക്കിക്കഴിഞ്ഞാൽ സുനിൽ നരേൻ മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളത് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് റിയാൻ പരാഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു മിസ്റ്ററി സ്പിന്നറിനെ കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുൺ ചക്രവർത്തിയാണ് ഇമ്പാക്ട് പ്ലെയർ. ഇനി ടീം മൊത്തത്തിൽ നോക്കിയാൽ ഓപ്പണിംഗിൽ പഞ്ചാബ് കിങ്സിൽ നിന്ന് പ്രഫ് സിമ്രാനും ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ആയുഷ് മാത്രേ. 1 ഡൗൺ ആയിട്ട് പഞ്ചാബ് കിങ്സിൽ നിന്ന് ശ്രേയസ് അയ്യർ. നമ്പർ 4 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂര്യകുമാർ യാദവ്. നമ്പർ 5 രാജസ്ഥാൻ റോയൽസിൽ നിന്ന് റിയാൻ പരാഗ്. നമ്പർ 6 RCBയിൽ നിന്ന് റൊമാരിയോ ഷെപ്പേർഡ്. നമ്പർ 7 KKRൽ നിന്ന് സുനിൽ നരേൻ. നമ്പർ 8 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ട്രെന്റ് ബോൾട്ട്. നമ്പർ 9 പഞ്ചാബ് കിങ്സിൽ നിന്ന് അർഷദീപ് സിംഗ്. നമ്പർ 10 മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ജസ്പ്രീത് ബുംറ. നമ്പർ 11 RCBയിൽ നിന്ന് ലുങ്കി എൻഗിഡി. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് KKRൽ നിന്ന് വരുൺ ചക്രവർത്തി. ഇതാണ് ഈ വീക്കിലെ എൻ്റെ ബെസ്റ്റ് പ്ലേയിങ് 12. ഈ ടീം ഓഫ് ദ വീക്കിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ മനസ്സിൽ ഇതിനേക്കാൾ മികച്ചൊരു ടീം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ നടന്ന മത്സരങ്ങളിലെ പെർഫോമൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടീം ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിൽ വെക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.